ദീർഘകാല വിസയ്ക്കായുള്ള പാക് വനിതയുടെ ഹർജി തള്ളി ഡൽഹി ഹൈക്കോടതി. ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്ത ഷീന നാസിന്റെ ഹർജിയാണ് ഫോറിനേഴ്സ് ആക്ട് ചൂണ്ടിക്കാട്ടി തള്ളിയിരിക്കുന്നത്. 23-നാണ് ദീർഘകാല വിസയ്ക്കുള്ള അപേക്ഷ നൽകിയത്. വിവരങ്ങൾ നൽകാനായി പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, രാജ്യസുരക്ഷ മുൻനിർത്തിയുള്ള കേന്ദ്ര തീരുമാനത്തിൽ ഇടപെടാൻ കോടതിയും തയ്യാറാകുന്നില്ല. ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്താണ്? കഴിഞ്ഞ 23-നാണ് ഈ ഷീൻ നാസ് എന്ന യുവതി ദീർഘകാല വിസയ്ക്കായി അപേക്ഷിച്ചത്. ഒരു ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്തതിനെ തുടർന്നിട്ടായിരുന്നു ഈ അപേക്ഷ നൽകിയത്. പക്ഷേ അതിനിടയിൽ നാളെ രാജ്യം വിടണം എന്നുള്ള പാക് പൗരന്മാർക്ക് നൽകിയ നിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഡൽഹി ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് സച്ചിൻ ദത്തയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിക്കുകയും ഫോറിനേഴ്സ് ആക്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി തള്ളിയത്. റെസിഡൻഷ്യൽ പെർമിറ്റ് ഈ യുവതിക്കുണ്ടായിരുന്നു മെയ് 10 വരെയുള്ള. അത് മരവിപ്പിക്കരുത് എന്നുള്ള അപേക്ഷയും കോടതി അംഗീകരിച്ചില്ല. ബസന്ത, എത്രയും പെട്ടെന്ന് രാജ്യം വിടണം, അതായത് നാളെ തന്നെ രാജ്യം വിട്ടു പോകണം എന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ നോട്ടീസിലും അത് തന്നെയാണ് ലഭ്യമായിരിക്കുന്നത്. പുള്ളി ഷീന നവാസിന്റെ നീക്കങ്ങൾ എന്തായിരിക്കും? ഹർജി തള്ളിയ പശ്ചാത്തലത്തിൽ അവർക്ക് രാജ്യം വിടേണ്ടി വരും. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പാക് പൗരന്മാർ രാജ്യം വിട്ടു പോകണം എന്നുള്ള. ഡൽഹിയിലും UP-യിലും ഒക്കെ തന്നെ ആ വിജ്ഞാപനം സംസ്ഥാന സർക്കാരുകൾ തന്നെ വിജ്ഞാപനം പുറപ്പെടുവിച്ച ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഷീന നാസ് നാളെ രാജ്യം വിടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഷീന നാസിന് എന്തായാലും എത്രയും പെട്ടെന്ന് നാളെ തന്നെ രാജ്യം വിടണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല.